So students, we are beginning a new chapter today, which is Introduction to Phonetics, and this is from a Transactions textbook, that is A01. സോ എന്താണ് ഈ ഫോണറ്റിക്സ് എന്നുള്ളത് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യം, ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഈസ് കൺസിഡേർഡ് ആസ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ് അല്ലേ. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് മെയിൻ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ വേരിയസ് ഫീൽഡ്സ് നമ്മൾ അത് കണ്ടിട്ടുള്ള കാര്യമാണ്. സോ ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഈസ് യൂസ്ഡ് ആസ് എ ലൈഫ് സ്കിൽ ഫോർ മെനി സ്റ്റുഡൻസ്. ഇപ്പോൾ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനും മീഡിയം ഓഫ് ലേണിംഗ് ഇൻ ടുഡേയ്സ് സിനാരിയോ ഈസ് മെയിൻലി ഇംഗ്ലീഷ്. സോ അതുകൊണ്ട് തന്നെ ദ ഫോണറ്റിക്സ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നത് ഇംഗ്ലീഷ് സ്പീച്ച് സൗണ്ട്സ്, ഇംഗ്ലീഷിലുള്ള സ്പീച്ച് സൗണ്ട്സിനെ തിരിച്ചറിയാനും അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഫോണറ്റിക്സ് ജനിക്കുന്നത്. സോ വിൽ ഗെറ്റ് ഇൻ ടു ദ ചാപ്റ്റർ. സോ വാട്ട് ഈസ് ഫോണറ്റിക്സ്? ഫോണറ്റിക്സ് ഈസ് എ സയൻസ് ഓഫ് പ്രൊനൗൺസിയേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫോണറ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ടീച്ചേഴ്സ് ഹൗ ടു പ്രൊനൗൺസ് സർട്ടൻ സൗണ്ട്സ് ഇൻ ഇംഗ്ലീഷ്. എങ്ങനെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫോം ചെയ്യുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റിനെയാണ് ഫോണറ്റിക്സ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇറ്റ് ഇസ് എ സയൻസ് ഓഫ് പ്രൊനൗൺസിയേഷൻ ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ ദി സ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ്. ആസ് വി ഓൾ നോ, ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 26 ആൽഫബറ്റ്സ് ഉണ്ട്. ഇംഗ്ലീഷ് ലെറ്റേഴ്സ് A to Z 26 ലെറ്റേഴ്സാണ് ഉള്ളത്. ഈ ഓരോ ശബ്ദത്തിനും പ്രത്യേകതരം സൗണ്ട്സ് ഉണ്ട്. അത്തരം സ്പീച്ച് സൗണ്ട്സ് നമ്മൾ ദാറ്റ് വി പ്രൊഡ്യൂസ് വിത്ത് ആ മൗത്ത്, നമ്മളുടെ വായിലൂടെ ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സൗണ്ട്സിനെ വേർതിരിച്ച് ഓരോന്നിൻ്റെതായിട്ടുള്ള സൗണ്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ്, ഒരു സയൻസാണ് ഫോണറ്റിക്സ്. സോ ഫോണറ്റിക്സ് ഇസ് ടു കൺക്ലൂഡ് ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് sounds, and also it is a representation of sounds for each letter in English alphabets. നമ്മൾ പറഞ്ഞ പോലെ തന്നെ 26 അക്ഷരങ്ങളുണ്ട് A to Z വരെ. ഒരു അക്ഷരം ഏതൊക്കെ തരം സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും എന്ന് കാണിക്കുന്ന ഒരു റെപ്രസെൻറ്റേഷനെയാണ് ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ വേർഡ് ഷിപ്പ് എന്നുള്ള വേർഡ് എടുത്താൽ ഇതിൽ നമുക്ക് എത്ര ലെറ്റേഴ്സ് കാണാൻ പറ്റും? ഒബ്വിയസ്ലി ദർ ആർ 4 ലെറ്റേഴ്സ് അല്ലേ. SHIP ഇങ്ങനെയാണ് ഷിപ്പിൻ്റെ ഫോർമേഷൻ. ഇനി നമ്മൾ സൗണ്ട്സിൻ്റെ കാര്യത്തിലോട്ട് കിടക്കുക. ഇപ്പോൾ ഫോണറ്റിക്സിൻ്റെ കാര്യം നമ്മൾ കൺസിഡർ ചെയ്തിട്ട് സൗണ്ട്സിലോട്ട് കിടക്കുകയാണെങ്കിൽ ഹൗ മെനി സൗണ്ട്സ് ആർ ദെയർ എന്ന് ചോദിച്ചാൽ ദ ആൻസർ ഇസ് 3 സൗണ്ട്സ്. ഓക്കെ, അതെങ്ങനെയാണ് 3 സൗണ്ട്സ് വന്നത്? ദ ഫസ്റ്റ് സൗണ്ട് ഇസ് ഷ്, ദ സെക്കൻഡ് സൗണ്ട് ഇസ് ഇ ആൻഡ് ദ തേർഡ് സൗണ്ട് ഇസ് പ്. ദാറ്റ് ഈസ് an example for phonetic transcription or phonetic study, the study of sounds. എങ്ങനെയാണ് ഫോണറ്റിക്സ് ഫോം ചെയ്യുന്നതും സ്പീച്ച് സൗണ്ട്സിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫോർമേഷൻ എല്ലാം ഇങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. സോ ദിസ് വാസ് ദ എക്സാമ്പിൾ ഓഫ് ദ വേർഡ് ഷിപ്പ്. എത്ര സൗണ്ട്സ് ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മൂവിങ് ഓൺ, there are basically 44 speech sounds according to the IPA. IPA എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫോണറ്റിക് അസോസിയേഷൻ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. IPA അംഗീകരിച്ചിട്ടുള്ള 44 സൗണ്ട്സ് ആണ് ഫോണറ്റിക് ലാംഗ്വേജിൽ നമുക്ക് തന്നിട്ടുള്ളത്. അതായത് 26 ആൽഫബറ്റ്സ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആർ റെപ്രസെൻറ്റഡ് ബൈ 44 സ്പീച്ച് സൗണ്ട്സ്. These 44 sounds are again divided into vowels, which are 20 in number, and the second category is the consonants, which are 24 in numbers. അപ്പോൾ 44 സൗണ്ട്സിനെ നമ്മൾ വവൽസ് ആയിട്ടും കോൺസണൻസ് ആയിട്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് വി നോ വിച്ച് ആർ ദ വവൽസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. നമുക്കറിയാം അല്ലേ ഏതൊക്കെയാണ്? A, E, I, O, U. ഈ 5 വവൽസ് അല്ലാത്തതെല്ലാം തന്നെ കോൺസണൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അത് നമ്മളിപ്പോൾ പറഞ്ഞത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് 26 ആൽഫബറ്റ്സിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ വവൽസ് 5 എണ്ണമാണ് A, E, I, O, U. പക്ഷേ അത് സ്പീച്ച് സൗണ്ട്സിലോട്ട് വരുമ്പോൾ
ഈ ഫോണറ്റിക് സൗണ്ട്സിലോട്ട് വരുമ്പോൾ വവൽസിൻ്റെ എണ്ണം 20ഉം കോൺസണൻസിൻ്റെ എണ്ണം 24ഉം ആകുന്നു. ആൻഡ് for further partition, vowels are again divided into monophthongs or pure vowels, which are 12 in number, and the second division is diphthongs or vowel glides, which are obviously 8 in number. വവൽസിനെ നമുക്ക് വീണ്ടും വേർതിരിക്കാം മോണോഫ്തോങ്സ് അല്ലെങ്കിൽ മോണോഫ്തോങ്സ് അല്ലെങ്കിൽ പ്യുവർ വവൽസ് ആയിട്ടോ. ആൻഡ് ദ സെക്കൻഡ് ഡിവിഷൻ ഇസ് ഡിഫ്തോങ്സ് അല്ലെങ്കിൽ വവൽ ഗ്ലൈഡ്സ് എന്നാണ് ഇതിനെ വിളിക്കുന്ന പേര്. സോ ഈച്ച് ആൻഡ് എവറി കൺസെപ്റ്റ് വവൽസും കോൺസണൻസൊക്കെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓരോ സ്പീച്ച് സൗണ്ടും വവൽസിൽ 20 എണ്ണവും കോൺസണൻസിൽ 24 എണ്ണവും ഓരോന്നും അതിൻ്റെ സൗണ്ടോട് കൂടി തന്നെ നമ്മൾ അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ അത് പ്രൊനൗൺസ് ചെയ്ത് പഠിക്കേണ്ട സംഭവമാണ്. എങ്ങനെയാണ് നമ്മൾ ആർട്ടിക്കുലേറ്റ് ചെയ്യേണ്ടത്, നമ്മളുടെ മൗത്തിലൂടെ എങ്ങനെയാണ് ഈ സ്പീച്ച് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് ആർട്ടിക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കറക്റ്റായിട്ടുള്ള രീതികൾ നമ്മൾ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. So for the time being, only this much in this class. We'll follow in the next class.